വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ്. അങ്ങനെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജിമെയിൽ വഴിയാണ്. നമ്മൾ നോ ആപ്ലിക്കേഷൻ ഫീസാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്ന ഇമെയിൽ വഴിയാണ് നമ്മുടെ CV ബയോഡാറ്റ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് 2025. Travancore Devasam Board is inviting application for the positions of database administrator and technical assistant. അതായത് രണ്ട് തസ്തികകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററും ടെക്നിക്കൽ അസിസ്റ്റൻറ്റും. ഓർഗനൈസേഷൻ നെയിം ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നമ്മുടെ മലയാളത്തിൽ ഇത് പൊതുവെ പറയുക. ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് കോൺട്രാക്ട് ബേസ്ഡ് ആയിരിക്കും. കോൺട്രാക്ട് ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കോണ്ടൻറ്റ് എഡിറ്ററിൻ്റെ ജോബ് പറഞ്ഞ പോലെ നമുക്ക് ഏകദേശം ഒരു 6 മാസത്തെ ജോലിയെ കാണുള്ളൂ. നോൺ പെർമനൻറ്റ് ജോബാണ്. പോസ്റ്റ് നെയിംസ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും ടെക്നിക്കൽ അസിസ്റ്റൻറ്റുമായിട്ടായിരിക്കും. നോട്ടിഫിക്കേഷൻ നമ്പർ CE/EOL/WGL/2025/02. ടോട്ടൽ വേക്കൻസി 3 ആണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു വേക്കൻസിയും ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് 2 വേക്കൻസിയിലേക്കും ക്ഷണമുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ലൊക്കേറ്റ് ചെയ്താണ് ജോബ് വന്നിരിക്കുന്നത്. കോൺട്രാക്ട് പീരീഡ് 6 months. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 മാസത്തേക്കേ ജോലിയുള്ളൂ. അപ്ലൈ മോഡ് ത്രൂ ജിമെയിലാണ്. ഇനി ഇതിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 40,000 രൂപയും ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് 25,000 രൂപയായിരിക്കും. അതായത് ഈ 6 മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു തുക കിട്ടുക എന്ന് പറഞ്ഞാൽ മന്ത്ലി അത് വളരെ നല്ലൊരു കാര്യമാണ്. ആകെ മൊത്തം 3 വേക്കൻസിയിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് 1 പൊസിഷനും ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് 2 പൊസിഷൻസിലാണ് വേക്കൻസീസ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ജനുവരി 31 40 വയസ്സ് തികഞ്ഞവരായിരിക്കണം. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് 35 വയസ്സും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ജാനുവരി 31 അപ്പർ ഏജ് ലിമിറ്റ് കഴിഞ്ഞവരായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BTech ബിരുദവും മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ലിനക്സ് സെർവർ അഡ്മിനിസ്ട്രേഷനിൽ. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് or information technology or electrical engineering or equivalent. Minimum 2 years experience in installation and troubleshooting of computers in a networked environment, configuration of network systems and printers, servicing and 70 of desktop printers. Only Indian nationals can apply. ഇന്ത്യൻ പൗരത്വമുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാൻഡിഡേറ്റ് ഷുഡ് സബ്മിറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ട്രൂ കോപ്പീസ് ഓഫ് റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ഓർ മാർക്ക് ഷീറ്റ്സ് എലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ. എന്നാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ജെന്യുവൻ ആയിരിക്കണം. സെൽഫ് അറ്റസ്റ്റഡ് ട്രൂ കോപ്പീസ് ഓഫ് റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ്, മാർക്ക് ഷീറ്റ്സ് എലോങ് വിത്ത് ദ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മളുടെ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ട്രൂ കോപ്പീസാണ് നമ്മൾ അയക്കേണ്ടത്. ക്യാൻവാസിങ് ഇൻ എനി ഫോം വിൽ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ. ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ നമ്മൾ അങ്ങനെ പറഞ്ഞ് വെക്കുകയാണെങ്കിൽ, ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ ബോർഡ് മെമ്പേഴ്സ് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് എ വാലിഡ് ഇമെയിൽ ID. ഒരു വാലിഡ് ഇമെയിൽ ID മൊബൈൽ നമ്പറും ഈ ആപ്ലിക്കേഷൻ കഴിയുന്നത് വരെയെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ദ ഹാർഡ് കോപ്പി ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഷുഡ് റീച്ച് ത്രൂ ദ പ്രിസ്ക്രൈബ്ഡ് ഇമെയിൽ. ഈ താഴെ കൊടുത്തിരിക്കുന്ന projtechrecruitment@gmail.com എന്ന ഇമെയിലിലേക്കാണ് നമ്മുടെ ബയോഡാറ്റയും നമ്മുടെ ആപ്ലിക്കേഷനും ഹാർഡ് കോപ്പി ആയിട്ടോ സോഫ്റ്റ് കോപ്പി ആയിട്ടോ അയക്കാവുന്നതാണ്. ഹൗ ടു അപ്ലൈ ഫോർ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് 2025. ആപ്ലിക്കേഷൻസിൻ്റെ അപ്രിൻറ്റഡ് ഫോമാറ്റ് ടു ബി നീറ്റ്ലി ടൈപ്ഡ്. അതായത് നമ്മൾ നീറ്റ്ലി ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ A4 സൈസ് പേപ്പറിലായിരിക്കണം നമ്മളത് അയക്കേണ്ട രീതി എന്ന് പറയുന്നത്. വിത്ത് എ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. നമ്മൾ ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫിക്സ് ചെയ്തൊരു പേപ്പറായിരിക്കണം. ഷുഡ് ബി സെൻഡ് അലോങ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് ട്രൂ കോപ്പീസ് ഓഫ് ടെസ്റ്റിമോണിയൽസ്, സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മാർക്ക് ഷീറ്റ്സ്. നമ്മുടെ മാർക്ക് ഷീറ്റിൻ്റെ കൂടെയും സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെയും ആപ്ലിക്കേഷൻ്റെ ഫോം ഫില്ല് ചെയ്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് ഈ പറയുന്ന ഇമെയിലിൽ അയക്കേണ്ടതാണ്. അവർ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ നമ്മൾ അയക്കേണ്ടതാണ്. സോ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് നാളെയാണ്. അതുകൊണ്ട് നാളെയല്ല ഇന്നും നാളെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. കഴിവതും ഇന്ന് അപ്ലൈ ചെയ്യുക.